നമസ്കാരം. കേരളത്തിൽ യു.ഡി.എഫ് ഭരണം വരുമെന്ന് മിക്ക എക്സിറ്റ് പോളുകൾ വിലയിരുത്തിയെങ്കിലും ടുഡേയ്സ് ചാണക്യ ഫലം വ്യത്യസ്തമാവുകയാണ്. മുന്നണികൾ തമ്മിൽ ബലാബലമാണെന്നും തൂക്കുസഭ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നുമാണ് ചാണക്യ പറയുന്നത്. ഈഴവ, നായർ, മുസ്ലിം, ക്രിസ്ത്യൻ വോട്ടുകൾ അനലൈസ് ചെയ്തിട്ടാണ് ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം. കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ പങ്ക് യു.ഡി.എഫിനും ഈഴവ, SC/ST വോട്ടുകളിൽ വലിയ പങ്ക് LDFിനും ലഭിക്കുമെന്നാണ് ചാണക്യയുടെ വിലയിരുത്തൽ. നായർ വോട്ടുകളിൽ വലിയൊരു ശതമാനം BJPക്ക് ലഭിക്കും. LDFും UDFും തമ്മിൽ കടുത്ത മത്സരമാണ് നടന്നത്. UDFിന് 70-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് ചാണക്യ പ്രവചിക്കുന്നത്. LDFിന് 64 വരെ സീറ്റുകളും UDFിന് പരമാവധി 78 സീറ്റുകൾ വരെയും LDFിന് 74 സീറ്റുകൾ വരെയും ചാണക്യ പ്രവചിക്കുന്നു. NDAക്ക് 7 സീറ്റുകളിൽ സാധ്യതയുണ്ട്. 11 വരെ സീറ്റുകൾ NDA നേടാനും ഇടയുണ്ട്. ഇത് വിലയിരുത്തിയാണ് കേരളത്തിൽ തൂക്കുസഭയ്ക്ക് സാധ്യതയുണ്ടെന്ന് ചാണക്യ വിലയിരുത്തുന്നത്. UDF പരമാവധി 100 സീറ്റുകളിൽ കൂടുതൽ നേടുമെന്നാണ് ആദ്യം UDF പറഞ്ഞതെങ്കിലും പിന്നീട് അതിൽ നിന്നും UDF നേതൃത്വം പിന്നോട്ട് പോയി. 80 സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ UDF നേതാക്കളുടെ കണക്കുകൾ. അദൃശ്യമായി വീശിയ ഭരണവിരുദ്ധ വികാരത്തിലാണ് UDF പ്രതീക്ഷ അർപ്പിക്കുന്നത്. എന്നാൽ LDF ഇപ്പോഴും പഴയ കണക്കുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. ഇന്നലെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗമില്ലെന്നാണ്. എക്സിറ്റ് പോളുകൾ LDF വിജയത്തിന്റെ സൂചന നൽകുന്നുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. പുറത്തുവന്ന വിവിധ എക്സിറ്റ് പോൾ സർവേകളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇടതുപക്ഷത്തെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ജനങ്ങളുടെ പരസ്യ പ്രഖ്യാപനമാണ് കാണാൻ സാധിക്കുന്നത്. സർവേകളുടെ ഉള്ളിലുള്ള സന്ദേശം LDFിന് അനുകൂലമെന്നും അദ്ദേഹം പറയുന്നു. LDFും UDFും ഒപ്പത്തിനൊപ്പം വരികയും BJP 3-ൽ കൂടുതൽ സീറ്റുകൾ നേടുകയും ചെയ്താൽ തൂക്കുസഭയ്ക്ക് വരെ സാധ്യതയുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ പ്രതീക്ഷ വാനോളം ഉയർത്തിയെങ്കിലും UDF നേതൃത്വം ഇപ്പോഴും ഉള്ളിൽ ഭയക്കുന്നുണ്ട്. കാരണം പല മണ്ഡലങ്ങളിലും കടുത്ത ത്രികോണ മത്സരമാണ് വന്നത്. BJP ശക്തമായ വെല്ലുവിളികളാണ് ഇരു മുന്നണികൾക്കും മുന്നിൽ ഉയർത്തിയത്. കഴിഞ്ഞ തവണ നേമത്ത് ത്രികോണ മത്സരം വന്നപ്പോൾ K മുരളീധരനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും UDFിന് വിജയം കാണാൻ കഴിഞ്ഞില്ല. കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം വന്നതോടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം ഇക്കുറി വീണ്ടും കൈപ്പിടിയിലൊതുക്കാൻ LDFിന് കഴിഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ UDF നേതൃത്വത്തിന് മുന്നിലുണ്ട്. എന്തായാലും വിധി വന്നാൽ മാത്രമേ ഫലം എന്താണെന്ന് വ്യക്തമാകുകയുള്ളൂ.